വീണ്ടുവർദ്ധവനായ കഥാവായ യേശുവിൻ്റെ നിസ്തുല്യ നാമം ഈ ദിവസം ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തെ സ്നേഹിച്ചും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടും ദൈവത്താൽ മാനിക്കപ്പെട്ടുമായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. നാം എല്ലാവരും കർത്താവിൻ്റെ വചനം കേൾക്കുവാനായി കാത്തിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ പരിപാലിച്ചു. കർത്താവ് നമ്മെ കരം പിടിച്ച് നടത്തി. വീഴേണ്ടത് അനേക സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും അവൻ തൻ്റെ ഉള്ളം കയ്യിൽ എന്നതുപോലെ നമ്മെ താങ്ങി, നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്നും, നമ്മുടെ കാലുകളെ വീഴ്ചയിൽ നിന്നും, നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും വിടുവിക്കുന്നവനായിരിക്കുന്ന ആ കർത്താവിൽ നിന്ന് ഇന്ന് പകൽക്കാലവും നമുക്ക് നന്ദി പറയാം, ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കാരണം ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കുമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ നാം ഓരോരുത്തരും ദൈവത്തിന് അർഹമായിരിക്കുന്ന സ്തുതിയും സ്തോത്രവും മഹത്വവും കരയറ്റി നന്ദിയുള്ളവരായിരിക്കുവാൻ ദൈവം നമ്മെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പകൽക്കാലവും സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ എവിടെയൊക്കെയോ നാം തള്ളപ്പെട്ടു പോയവരും പിന്മാറിപ്പോകേണ്ടവരും ഒക്കെ ആയിരുന്ന സ്ഥാനത്ത് ആ കർത്താവിൻ്റെ സ്നേഹം പിന്നെയും നമ്മെ മുമ്പിലേക്ക് അടുപ്പിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം നമുക്ക് അല്പസമയത്തെ വചനചിന്തയ്ക്കായി അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായം അവസാന വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ആത്മീകനോ സകലതും വിവേചിക്കുന്നു, അവനോ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. ഇവിടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ ആ സഭയിൽ അവർക്ക് പല ഗുണഗണങ്ങളുണ്ടായിരുന്നു, പല കുറവുകളുണ്ടായിരുന്നു. പൗലോസ് ദൂരെ ഇരുന്ന് അപ്പോസ്തലനായിരിക്കുന്ന അല്ലെങ്കിൽ താൻ ജനിപ്പിച്ച ആ സഭയെക്കുറിച്ച് ദൂരത്തായിരിക്കുമ്പോൾ ആ സഭയിലുള്ള പല വിഷയങ്ങളെയും അറിഞ്ഞതിന് ശേഷം അവരെ ഒരു ഉപദേശത്തിലേക്ക് നടത്തുകയാണ് പൗലോസ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 3 തരം മനുഷ്യനെ കുറിച്ചാണ്: ആത്മീക മനുഷ്യൻ, ജഡിക മനുഷ്യൻ, പ്രാകൃത മനുഷ്യൻ. ദൈവം നമ്മെ നോക്കുമ്പോൾ എപ്പോഴും വിശ്വാസികളും അവിശ്വാസികളും, ജാതികളും ദൈവമക്കളും, ഇതാണ് ദൈവത്തിൻ്റെ കണ്ണിലുള്ളത്. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിക്കുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് നാം അനുസരണം കാണിക്കുന്നതിനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നാം മാറ്റി വയ്ക്കുന്നതിനും അനുസരിച്ച് 3 രീതിയിൽ ഇവിടെ അപ്പോസ്തലൻ മനുഷ്യരെ വേർതിരിച്ച് എഴുതിയിരിക്കുന്നു. ഒന്നാമത് പറയുന്നത് പ്രാകൃത മനുഷ്യൻ, പിന്നെ ജഡിക മനുഷ്യനെന്നും ആത്മീക മനുഷ്യനെന്നും കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നമുക്ക് ഈ 3 കാര്യങ്ങൾ, എന്താണ് പ്രാകൃത മനുഷ്യനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഒരു ജഡിക മനുഷ്യനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഒരു ആത്മീക മനുഷ്യനെ കുറിച്ച് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് അല്പസമയം ചിന്തിക്കാം. യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ അവിടെ പറയുന്നു, കർത്താവായിരിക്കുന്ന യേശുവിനെ ദൈവപുത്രൻ എന്ന് അംഗീകരിക്കാത്തവൻ ആരും ദൈവത്തിൽ നിന്നുള്ളവനല്ല, അവൻ ദൈവത്തിനുള്ളതല്ല. കാരണം നാം ദൈവമക്കളാണെങ്കിൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ദൈവത്തിൽ നിന്ന് വന്നു എന്നും നമ്മെ വിടുവിച്ചു എന്നും നാം വിശ്വസിക്കേണ്ടതാകുന്നു. അങ്ങനെ യേശുവിനെ അംഗീകരിക്കാത്ത ആരെയും ദൈവമക്കളെന്ന് വചനം വിളിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരാണ് പ്രാകൃത മനുഷ്യൻ? യേശുവിനെ അംഗീകരിക്കാത്ത, അല്ലെങ്കിൽ ദൈവത്തെ അംഗീകരിക്കാത്ത, സ്വന്തം ബുദ്ധിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നു, അവൻ പ്രാകൃത മനുഷ്യനാണെന്ന്. കാരണം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം എല്ലാ മനുഷ്യരെയും ആക്കി വച്ചിരിക്കുമ്പോൾ ദൈവമുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരെ ദൈവം തിരയുന്നു. അപ്പോൾ ദൈവം മനുഷ്യരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇതിൽ ആരാണ് ദൈവത്തെ തിരയുന്നതെന്ന്. റോമർക്ക് എഴുതിയ ലേഖനം അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എഴുതുമ്പോൾ അവിടെ പറയുന്നു, ദൈവത്തെ ആരാഞ്ഞ് അറിയുവാൻ മനസ്സ് കാണിക്കാത്തവരെ ദൈവം നികൃഷ്ട ബുദ്ധിയിലേക്ക് ഏൽപ്പിച്ചു, സ്വന്തം ബുദ്ധിയിലേക്ക് ഏൽപ്പിച്ചു. അവർ തങ്ങളുടെ ശരീരങ്ങളുടെ തോന്നലിനനുസരിച്ച്, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ കാണുന്ന പല കാര്യങ്ങൾക്കും അനുസരിച്ച് അവർ തന്നെ ദൈവത്തെ നിശ്ചയിച്ചു. കാരണം ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൽ ദൈവം മോശയിലൂടെ വചനം എഴുതിയിരിക്കുന്നു, ദൈവത്തിൻ്റെ സൃഷ്ടിയായി ഭൂമിയിലുള്ള ആണാകട്ടെ പെണ്ണാകട്ടെ ഒരു മത്സ്യമാകട്ടെ മൃഗമാകട്ടെ, ആകാശത്തിൽ പറക്കുന്നതോ സമുദ്രത്തിൽ സഞ്ചരിക്കുന്നതോ, ആകാശത്തിൽ കാണുന്ന സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ, ഇതിൻ്റെ ഒന്നിൻ്റെയും രൂപം നിങ്ങൾ ഉണ്ടാക്കരുത്, അതിന് വണങ്ങരുത്, അവയെ സേവിക്കരുത്, അവയെ നിങ്ങൾ ആരാധിക്കരുത് എന്ന് ദൈവം മോശ മുഖാന്തരം നമുക്ക് കൽപ്പന നൽകിയപ്പോൾ മനുഷ്യർ ആ കൽപ്പന അനുസരിക്കാതെ കാണാത്ത ദൈവത്തെ, വിഗ്രഹങ്ങൾ
ഒന്നും ഉണ്ടാക്കാതെ നമ്മുടെ വിശ്വാസത്താൽ ആരാധിക്കണമെന്ന് ദൈവം പറഞ്ഞപ്പോൾ അതനുസരിക്കാതെ മനുഷ്യർ തങ്ങളുടെ വഴികളിൽ നടന്ന് അവർ തങ്ങളുടെ മോഹങ്ങൾക്കൊത്തവണ്ണം ഓരോ ദൈവത്തെ അവർ സൃഷ്ടിച്ചു. നമുക്കത് വളരെ നന്നായിട്ടറിയാം. സൂര്യനെ സേവിക്കുന്നവരുണ്ട്. ദൈവം പല പ്രാവശ്യം പറയും, നിങ്ങൾ ആകാശ സൈന്യത്തെ നമസ്കരിക്കരുത്. നാം പലപ്പോഴും ദൈവത്തിൻ്റെ വഴി വിട്ടു മാറി പലതിനെയും ഉണ്ടാക്കുവാനും ഈ ലോകത്തിൽ കാണുന്ന മനുഷ്യരെയും മൃഗങ്ങളെയും നിസ്സാരമായിരിക്കുന്ന ജന്തുക്കളെ, പാമ്പിനെ ആരാധിക്കുന്നവർ, എലിയെ, ആനയെ, ഇങ്ങനെ കാണുന്ന സകലതിനെയും ആരാധിക്കുന്നവർ, മനുഷ്യരൂപത്തിൽ ആണിനെയും പെണ്ണിനെയും, ആണും പെണ്ണും കെട്ട രൂപത്തെയും വികൃത രൂപങ്ങളെയും എന്തിനേയും ഉണ്ടാക്കി ആരാധിക്കുവാനും അവർക്ക് വേണ്ടി തങ്ങളുടെ ജീവിതങ്ങളെ കൊടുക്കുവാനും തങ്ങളുടെ സമ്പത്തും സമയവും ഒക്കെ ചെലവാക്കി ആ വഴിയിൽ നടക്കുന്ന മനുഷ്യനെ പറയുന്നു പ്രാകൃത മനുഷ്യൻ. പിന്നെ ചിലർക്ക് ആരുമില്ല, ദൈവവും ഇല്ല, ദൈവം ഒരു രൂപത്തിലുള്ള ദൈവവുമില്ല, ഒന്നുമില്ല, പ്രകൃതിയാണ് അവരുടെ ദൈവം. വേറെ കുറേ പേർക്ക് അതുമല്ല, നിരീശ്വരവാദം, അങ്ങനെ ഒരു ദൈവവുമില്ല, ഈ ഭൂമി ഒരു കൊടുമുഴക്കത്തോടെ ഉണ്ടായി, അങ്ങനെ പറയുന്ന മറ്റൊരു കൂട്ടർ. അവരെ എല്ലാവരെയും ചേർത്ത് വചനം പറയുന്നു പ്രാകൃത മനുഷ്യൻ. അവൻ ദൈവം പറയുന്നത് അനുസരിക്കാറുമില്ല, ദൈവത്തിൻ്റെ ഉപദേശം തേടാറുമില്ല, ഇങ്ങനൊരു ദൈവ വഴിയെ നടക്കണമെന്ന് അവന് ചിന്തയുമില്ല. കൂടാതെ ദൈവ വഴിയിൽ നടക്കുന്നവരെ അവർ പരിഹസിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ട ദൈവമക്കൾ ഇതുപോലെ ഒരു അജ്ഞതയിലായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആ ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരിക. ഹല്ലേലൂയ. അപ്പോൾ പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമുക്ക് ജീവനെ തന്ന, നമ്മുടെ മൂക്കിൽ ശ്വാസമൂതി ഈ ഭൂമിയിലാക്കി വച്ചിരിക്കുന്ന നമ്മുടെ ജീവനും ജീവിതത്തിനും ഒരു വിലയില്ലാതെ, അല്ലെങ്കിൽ ആരാണിത് നൽകിയതെന്നൊരു വിലയില്ലാതെ ക്രമം കെട്ട് നടക്കുന്നവരെ പറയുന്ന പേരാണ് പ്രാകൃത മനുഷ്യൻ. ഹല്ലേലൂയ. നാം ആരും അക്കൂട്ടത്തിലുള്ളവർ അല്ലാതിരിക്കുവാനായി പരിശ്രമിക്കുക. പിന്നെയും അടുത്തൊരു കൂട്ടരെ കുറിച്ച് പറയുകയാണ്. അടുത്ത ആത്മീകർ എന്ന് വരുന്ന വിഷയത്തിൽ തന്നെ രണ്ട് കൂട്ടരായി തിരിച്ചിരിക്കുന്നു, ജഡികർ എന്നും ആത്മീകർ എന്നും. അപ്പോൾ ജഡികർ എന്താണ്? ജഡികർ എന്ന് പറയുമ്പോൾ അവർക്ക് പലപ്പോഴും ദൈവമുണ്ടെന്ന് അവർക്കറിയാം, ദൈവവഴിയിൽ നടക്കണമെന്ന് അവർക്കറിയാം. പൗലോസ് ചില സ്ഥലത്ത് പറയുന്ന പോലെ ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ കെടുത്തിക്കളയുന്നവർ. അവർ പുറമേ മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവമുണ്ടെന്നും ആരാധനയ്ക്ക് കടന്നു പോകണമെന്നും പലതും ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ ആരാധന കൂട്ടായ്മകളിലേക്ക് കടന്നു പോകുമ്പോഴും ഹൃദയം കൊണ്ട് ദൈവത്തോട് അടുപ്പമില്ലാത്ത ഒരു കൂട്ടർ. അവർ അധരം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുന്നു, അവർ വേഷം കൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുന്നു എന്നവർ പറയുന്നു, അവർ യേശുവിൻ്റെ നാമത്തെ പറയുന്നു, യേശുവിനോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോഴെല്ലാം അവരുടെ ഉള്ളിലേക്ക് നോക്കിയാൽ അവർക്ക് ദൈവവുമായി ഒരു ബന്ധമില്ലാത്ത അവസ്ഥയിൽ നടക്കുന്നു. ആ ജഡികരെ കുറിച്ച് പറയുന്നത് ഇവിടെ ഈ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ ആദ്യ വാക്യങ്ങൾ പറയുന്നു. നിങ്ങൾ ജഡികർ എന്നതുപോലെ പെരുമാറുന്നെന്ന് സഭയിലുള്ളവരെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾ ദേഷ്യവും പിണക്കവും ഈർഷ്യയും ശാഠ്യവും എവിടെ നിന്ന് വരുന്നു? നിങ്ങളിൽ ചിലർ ചിലരുടെ പക്ഷം പിടിക്കുന്നു. അപ്പോൾ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി വിഭാജിക്കപ്പെട്ടിരിക്കുന്നുവോ? അപ്പൊല്ലോസോ പത്രോസോ നിങ്ങൾക്ക് വേണ്ടി മരിച്ചുവോ? ആ സഭയിലും പലരുടെയും പക്ഷം പിടിക്കുന്നവരെ കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നാം കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ മാത്രം സ്നേഹിച്ച് യേശുക്രിസ്തുവിൻ്റെ വചനം അനുസരിച്ച് നമുക്ക് വേണ്ടി ആക്കി വച്ചിരിക്കുന്ന ദൈവദാസന്മാരുടെ, സഭാപിതാക്കന്മാരുടെ ഒക്കെ കീഴ്പ്പെട്ട് നാം നടക്കേണ്ടുന്ന സമയത്ത്, ഹല്ലേലൂയ, ഇവിടെ ഈ ജനം ജഡികരായിരിക്കുന്നവർ, ആത്മീകരെന്ന് നടിക്കുന്ന ജഡികരായിരിക്കുന്നവർ, അവർ ഭക്തിയുടെ വേഷം ധരിച്ച ശേഷം ഒരാളിൻ്റെ പക്ഷം, ഞങ്ങൾ ഇന്നയാളുടെ പക്ഷം, ഞങ്ങൾ ഇന്നയാളുടെ പക്ഷം എന്ന് പറഞ്ഞ് ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ കലക്കമുണ്ടാക്കുന്നവർ, പിണക്കമുണ്ടാക്കുന്നവർ, ഈർഷ്യയും ശാഠ്യവും ഉണ്ടാക്കുന്നവർ, ആരെയും അനുസരിക്കാത്തവർ, കീഴ്പ്പെടാത്തവർ, ഇങ്ങനെയെല്ലാം തന്നിഷ്ടക്കാരും ധാർഷ്ട്യക്കാരും ഒക്കെയായി നടക്കുന്നവരെ പറയുന്നു ജഡികരായിരിക്കുന്ന മനുഷ്യരെന്ന്. പിന്നെയും അടുത്ത കൂട്ടരെ കുറിച്ച് പറയുന്നു ആത്മീകരായിരിക്കുന്ന മനുഷ്യർ. അവരെ കുറിച്ചാണ് നാം ഇന്ന് കുറുവാക്യമായി വായിച്ച് അല്ലെങ്കിൽ പറഞ്ഞത്. ആത്മീകരായിരിക്കുന്നവർ സകലതും വിവേചിക്കുന്നു, അവരോ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. അപ്പോൾ ഈ ആത്മീകരായിരിക്കുന്ന മനുഷ്യരുടെ ഏറ്റവും വലിയ അടയാളമാകുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം. ജഡികരിലും ചിലപ്പോൾ അവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരായിരിക്കാം, പക്ഷേ അനുസരണക്കേടും തന്നിഷ്ടവും ധാർഷ്ട്യവും കാരണം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു കൂട്ടരായി അവർ കഴിയുമ്പോൾ ആത്മീകരായിരിക്കുന്നവർ അവർ തന്നെത്താൻ താഴ്ത്തുന്നവരാണ്, അവർ ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നവരാണ്, നേതാക്കന്മാരെ അനുസരിക്കുന്നവരാണ്. അപ്പോൾ തന്നെ വചനം എന്താണ് പറയുന്നതെന്ന്
അവർ വ്യക്തമായി മനസ്സിലാക്കുന്നവരാണ്. ഹല്ലേലൂയ. അവരുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കും. അവർ മറ്റുള്ളവരോട് കലഹത്തിന് പോകയില്ല. കേസുകളും ഇവിടെ ഈ കൊരിന്ത്യ സഭയിൽ ജഡികരായിരുന്ന മനുഷ്യർ ആദ്യം പറയുന്നത് അവർ വചനത്തിലും കൃപാവരങ്ങളിലും സമ്പന്നരായിരുന്ന വ്യക്തികളെന്ന് പറയുന്നു. പക്ഷെ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന വളരെ മോശം കാര്യങ്ങൾ, വ്യഭിചാരത്തിൻ്റെതായിരിക്കുന്ന വഴിയിൽ പോയ ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിസാര കാര്യങ്ങൾ വരുമ്പോൾ അവർ കേസുകൾ കൊടുത്ത് ജാതികളുടെ മുമ്പിൽ, ജാതികളുടെ നിയമജ്ഞന്മാരുടെ മുമ്പിലേക്ക് വ്യവഹാരം തീർക്കുവാനായി അവർ കടന്നുപോയി. അപ്പോൾ ആത്മീകരായിരിക്കുന്ന മനുഷ്യരെ കുറിച്ച് പറയുന്നത്, അവർ ഇതുപോലുള്ള കേസുകളിൽ തങ്ങളുടെ സഹോദരന്മാരെ കോടതി കയറ്റുവാൻ അവർ നിൽക്കയില്ല. ഈ വചനത്തിൽ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അനുസരിച്ചാണ് പറയുന്നത്, അല്ലാതെ പുറത്തുനിന്ന് കൈന്നിട്ട് പറയുന്നത് ഒന്നുമല്ല. ഇവിടെ ആ മനുഷ്യർ, അല്ലെങ്കിൽ അവർ ഭക്തരെന്ന് നടിച്ചിട്ട് ചെറിയ ചെറിയ വിഷയങ്ങളിൽ തമ്മിൽ പറഞ്ഞു തീർക്കാതെ അവർ മറ്റുള്ളവരുടെ അടുക്കലേക്ക് കേസിനായി, കൂട്ടത്തിനായി കടന്നുപോയി. അല്ലെങ്കിൽ സ്വന്തം സഹോദരങ്ങളെ കോടതി കയറ്റുവാനും വളരെ ലഹളയ്ക്കും കലഹത്തിനും ഒക്കെ നിന്ന ഒരു കൂട്ടരെ കുറിച്ച് പൗലോസ് പറയുന്നു. ഹല്ലേലൂയ. അപ്പോൾ നാം ആത്മീയരാണോ? ദൈവസന്നിധിയിൽ നാം ഇതുവരെയും പലപ്പോഴും നമുക്ക് പിശാച് നമ്മെ ഒരിക്കലും ആത്മീയരാകുവാൻ സമ്മതിക്കുകയില്ല. അതാണ് അതിനേക്കാളും മറ്റൊരു കാര്യം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മനുഷ്യനിലുള്ള നമ്മുടെ ആത്മാവിനെ ദൈവാത്മാവുമായി ചേർന്ന് ആത്മീയരായി വളർന്നു വരുവാൻ ആഗ്രഹിക്കുമ്പോൾ ആ പിശാചിൻ്റെ അതായിരിക്കുന്ന ആത്മാവ് നമ്മെ അവനിലേക്ക് വലിക്കുവാനായി ശ്രമിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ അവൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുവാൻ, അല്ലെങ്കിൽ പിശാചിനാണ് നമ്മെ കൊണ്ട് മോശം വാക്കുകൾ പറയിപ്പിക്കുവാൻ. പറഞ്ഞ വാക്കിൽ, അല്ലെങ്കിൽ നാം ചില പറയില്ലേ, 1 പറഞ്ഞാൽ 9, പറഞ്ഞില്ലെങ്കിൽ ഒരു സ്വസ്ഥതയില്ല. അങ്ങനെ ആക്കുന്നതൊന്നും ഒരിക്കലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അല്ലേ അല്ല. കാരണം കർത്താവ് അറക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ തന്നെ ദ്രോഹിച്ചവരുടെ മുമ്പിൽ മിണ്ടാതിരുന്നതാണ്. ക്രിസ്തു യേശുവിലുള്ള ഭാവം നമ്മിൽ ഉണ്ടാകട്ടെ എന്ന് പൗലോസ് നമ്മെ പഠിപ്പിക്കുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞൊന്ന് നോക്കുക. ഇത് കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിങ്ങളിന്ന് ചില വിഷയങ്ങളിൽ ഒത്തിരി ഭാരപ്പെട്ടായിരിക്കാം ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. ഈ കേൾക്കുന്ന വചനത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം ഉണ്ടാകുമോ? നിങ്ങളുടെ വിഷയങ്ങൾക്കൊരു മറുപടി ഉണ്ടാകുമോ? ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്കുമോ? ദൈവം ഞങ്ങൾക്കായി ഒരു അത്ഭുതത്തെ ചെയ്യുമോ എന്നെല്ലാം വിചാരിച്ചിരിക്കുന്ന പ്രിയ ദൈവമക്കളോട് പറയട്ടെ, ദൈവം നിശ്ചയമായി നിങ്ങളെ കാണുന്നു. ദൈവം നിശ്ചയമായി നിങ്ങളെ അറിയുന്നു. ദൈവത്തെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി അവൻ നല്ലൊരു പദ്ധതി ഒരുക്കിയിരിക്കുന്നു. അവൻ നിങ്ങൾക്ക് മുന്നിൽ അത്ഭുതകരമായിരിക്കുന്ന വഴികൾ, വാതിലുകളെ തുറക്കുക തന്നെ ചെയ്യും. അതെല്ലാം ഉള്ളപ്പോഴും നാം നിത്യതയിലേക്ക് നമ്മെ അടുപ്പിക്കുന്നത് നമ്മുടെ സ്വഭാവത്തിൻ്റെ രൂപീകരണമാണ്. ഈ പാപം നിറഞ്ഞ ലോകത്തിൽ, ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ ഓരോ ദിവസവും നാം ആയിരിക്കുമ്പോൾ നാം ആദ്യം കണ്ട പ്രാകൃത മനുഷ്യരെ പോലെ നമുക്കാകുവാനായി ദൈവം ആഗ്രഹിക്കുന്നില്ല. ജഡിക മനുഷ്യരെ പോലെ നാം ദൈവത്തെ സ്നേഹിക്കുന്നവരെന്നും ദൈവഭക്തിയുള്ളവരെന്നും നടിച്ചതിന് ശേഷം തോന്നുന്നത് പോലെ ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. നിത്യതയിലെത്തുമ്പോൾ നമ്മിൽ നിന്ന് വന്ന, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മെ വലുതാക്കി നിർത്തുന്ന ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന വിദ്യാഭ്യാസമോ, ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന അല്ലെങ്കിൽ വലിയ പ്രതാപത്തിലുള്ള വീടോ, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. പാർക്കുവാൻ നമുക്ക് നല്ല ഭവനങ്ങൾ ആവശ്യമാണ്. നമുക്ക് സഞ്ചരിക്കുവാൻ നല്ല വാഹനങ്ങൾ ആവശ്യമാണ്. ധരിക്കുവാൻ നമുക്ക് നല്ല വസ്ത്രം ആവശ്യമാണ്. മാന്യതയ്ക്ക് അനുസരിച്ച് ദൈവം നമ്മെ മാനിക്കുന്നവനാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കണം, നമ്മുടെ പ്രാർത്ഥനകൾ മുഴുവനും ഇതുപോലെ മറ്റുള്ളവരെക്കാൾ നാം ഉയർന്നു വരണം, മറ്റുള്ളവരെക്കാൾ നാം മാനിക്കപ്പെടണം. ഈ ഭൂമിയിൽ എല്ലാ രീതിയിലും നാം മറ്റുള്ളവരെക്കാൾ അടുത്തുള്ളവരെക്കാൾ ഉയരണം 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 എന്നുള്ള ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുമ്പോൾ അതൊരു മത്സരമായും ഹൃദയത്തിൽ ഒരു കയ്പായും മാറിക്കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മിലൊരു പ്രസാദം ഉണ്ടാകുകയില്ല. ഇനിയും പറഞ്ഞുകൊള്ളട്ടെ, നാം ഏത് നിമിഷവും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ടുന്ന വ്യക്തികളാണ്. ഇതിൻ്റെ ഇരിപ്പിൽ ആർക്കും അറിയില്ല നാം എപ്പോഴും ഇവിടെ നിന്ന് കടന്നു പോകുമെന്ന്. നാം ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ നമ്മുടെ കരങ്ങളിൽ ഒന്നും ഉണ്ടായിരിക്കുകയില്ല. ഇത് പറയുമ്പോൾ ജീവിതത്തിൽ വളരെ ഒരു സങ്കടത്തിൻ്റെ അവസ്ഥയിൽ കൂടി നിന്നിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ആകെ രക്തബന്ധത്തിലുണ്ടായിരുന്ന ഒരേ ഒരു സഹോദരൻ പെട്ടെന്ന്, വളരെ വളരെ പെട്ടെന്ന്, ഒരിക്കലും വിചാരിച്ചിരിക്കാത്ത സമയത്ത് ഒരു മരത്തിൽ നിന്ന് വീണു. 2 മണിക്കൂർ കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അങ്ങനെ മാറ്റപ്പെടുമ്പോൾ നാം എല്ലാം നോക്കിയിരിക്കുകയാണ്. വെറുതെ പെട്ടിക്കുള്ളിൽ
പോകുന്നു? ഈ ഭൂമിയിൽ നിന്ന് എന്ത് കൊണ്ടുപോയി? ഒന്നും കൊണ്ടുപോകാനായി കഴിയുകയില്ല. നാം ചെയ്ത നന്മ പ്രവർത്തികൾ നമ്മെ പിന്തുടരുന്നു എന്ന് പറയുമ്പോഴും നാം എത്രമാത്രം ദൈവത്തെ സ്നേഹിച്ചു, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചു. അങ്ങനെയെങ്കിൽ നാം ഇവിടെ നിന്ന് കണ്ണടയുന്ന അതേ നിമിഷം നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണ് തുറക്കുവാനും ആ നിത്യതയിൽ നമുക്ക് അവകാശികളായിരിക്കുവാനും കഴിയും. ഭയത്തോടും വിറയലോടും കൂടി നിങ്ങൾ അതിനെക്കുറിച്ച് ഓർക്കണം. ഈ ഭൂമിയിൽ നമുക്ക് നമ്മുടെ ശരീരത്തെ നമുക്ക് അലങ്കരിക്കുവാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലതായി നടക്കുവാൻ, ഏറ്റവും ഉയർന്ന് നടക്കുവാൻ, ഇതെല്ലാം നാം ആഗ്രഹിക്കുമ്പോഴും ഏത് നിമിഷവും നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആ ഒരു യാഥാർത്ഥ്യത്തെ നാം ഫേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നാം ഒരു ആത്മീയരായി വളരുക, തികഞ്ഞ ആത്മീയരായി വളരുക. നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ, മനുഷ്യരുടെ മുമ്പിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാഗൽഭ്യത്തോടു കൂടി ഏത് നിമിഷവും നിൽക്കുവാനായി ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന മത്സരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ്, പകയിൽ നിന്നും കയ്പിൽ നിന്നും പിണക്കത്തിൽ നിന്നും എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു മാറി ആത്മീയരായി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആരെയും കുറ്റപ്പെടുത്തിയതല്ല, നിങ്ങളുടെ ഉള്ളിൽ വേദനിക്കുവാനായി പറഞ്ഞതല്ല. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിൽ നാം നിൽക്കുമ്പോൾ ദൈവസന്നിധിയിൽ ക്ഷമ ചോദിക്കുവാൻ ഒരു അവസരം പോലും കിട്ടിയോ ഇല്ലയോ എന്ന് നമുക്കറിയാതെ നമുക്കൊരു നിമിഷം പകച്ചു നിൽക്കേണ്ടി വന്നാൽ, അങ്ങനൊരവസ്ഥ വരാതിരിക്കുവാൻ ദൈവം നമുക്ക് ആയുസ് തന്നിരിക്കുമ്പോൾ, ആരോഗ്യം തന്നിരിക്കുമ്പോൾ, ജീവനും ജീവിതവും എല്ലാം ബാക്കി വച്ചിരിക്കുമ്പോൾ നാം പാപത്തെക്കുറിച്ച് അനുതപിക്കുന്നവരായിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുവാൻ നമുക്ക് ദൈവരാജ്യ സംബന്ധമായി ചിലപ്പോൾ വലുതായിട്ട് അധ്വാനിപ്പാൻ ഒന്നും കഴിഞ്ഞില്ല എങ്കിലും, നമുക്ക് ആത്മാക്കളെ നേടുവാനായി പല സ്ഥലങ്ങളിലേക്ക് ഓടുവാൻ കഴിഞ്ഞില്ല. ദൈവരാജ്യത്തിൽ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചിലപ്പോൾ നമുക്ക് മറ്റുള്ളതൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല എങ്കിലും, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത്, നിങ്ങളായിരിക്കുന്ന ആ ഭവനത്തിൽ, നിങ്ങളെ ആക്കി വച്ചിരിക്കുന്ന ഒരു ഭാര്യ, ഭർത്താവ്, അപ്പൻ, അമ്മ, സഹോദരൻ, സഹോദരി, മകൻ, മകൾ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നിറവേറ്റി നിങ്ങളുടെ കുടുംബവുമൊത്ത് ദൈവത്തെ ആരാധിച്ച് നിങ്ങൾ മുന്നേറുമ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിൽ ജയിക്കുകയാണ്. നിങ്ങൾ ലോകത്തെ ജയിക്കുകയാണ്. നിങ്ങൾ പാപത്തെ ജയിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ജഡത്തെ ജയിക്കുകയാണ്. നിങ്ങൾ പിശാചിനെ ജയിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് മുമ്പിൽ പിശാച് കൊണ്ടുവരുന്നതെല്ലാം ഹല്ലേലൂയ വിവേചിച്ചറിയുവാൻ, നാം ഇവിടെ വായിച്ച വാക്യം, ആത്മീകനോ സകലതും വിവേചിക്കുന്നു, അവനോ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ എന്നിൽ നിന്ന് കേൾക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ കേൾക്കുന്ന ഈ ശബ്ദത്തെ പോലും നിങ്ങൾ വിവേചിക്കണം. ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നതാണോ? ലോകം നിങ്ങൾക്കായി സംസാരിക്കുന്നതാണോ? അതോ പിശാച് നിങ്ങളെ കെണിയിൽപ്പെടുത്തുവാനുള്ളതാണോ എന്ന് ഇതുപോലെ ദൈവവചനം എന്ന പേരിൽ പോലും ഈ നാളുകളിൽ നിങ്ങൾ കേൾക്കുന്നത് എന്തിനേയും നിങ്ങൾ വിവേചിച്ചറിയണം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഒരു 17-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, ബെരോവക്കാരെ കുറിച്ച് പറയുന്നു, അവർ തെസലോനിക്ക സഭയിലുള്ളവരെക്കാൾ ശ്രേഷ്ഠന്മാരായിരുന്നു. കാരണം അവർ അനുദിനം തിരുവചനം കേൾക്കുന്നത് സത്യമാണോ എന്ന് അവർ വചനത്തെ ശോധന ചെയ്തു കൊണ്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ സുവിശേഷം പലപ്പോഴും നമ്മുടെ ചെവിക്ക് സുഖം തോന്നുമാറ്, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തെ അങ്ങ് ഉത്തേജിപ്പിക്കുന്ന രീതിയിൽ, നമ്മെ അങ്ങ് നമ്മുടെ വികാരങ്ങളെയൊക്കെ ഇളക്കുന്ന രീതിയിൽ പലതും പറഞ്ഞ് നമ്മെ ആവേശം കൊള്ളിച്ച ശേഷം നമ്മുടെ ജീവിതത്തിനൊരു മാനസാന്തരവും അനുതാപവും വരുവാൻ അതിനെ കൊണ്ട് പ്രയോജനമില്ല എങ്കിൽ നിങ്ങൾ അതിനെ ഒന്ന് ശോധന ചെയ്യണം. നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുവാൻ ദൈവം ശക്തനായിരിക്കുന്ന ദൈവമാണ്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലുള്ള അനുസരണം തന്നെ. ശൗലിനെ കുറിച്ച് ശമൂവേൽ പറയുന്നു, അനുസരിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും യാഗത്തെക്കാളും വലുത്. നാം പലപ്പോഴും യാഗമർപ്പിക്കുന്നു, നമ്മുടെ ആദരങ്ങൾ കൊണ്ട് പലതും ചെയ്യുന്നു, നമ്മുടെ കരങ്ങൾ കൊണ്ട് മറ്റുള്ളവർ കാണുക പല കാര്യങ്ങളും നാം ദൈവസന്നിധിയിൽ ആരാധിക്കുന്നു, പലതും ചെയ്യുമ്പോഴും നമ്മുടെ ഹൃദയം ശുദ്ധമല്ല എങ്കിൽ നിങ്ങളുടെ വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ വചനം പലപ്പോഴും പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ചതിക്കപ്പെട്ടു പോകരുത്, വഞ്ചിക്കപ്പെട്ടു പോകരുത്. ആരാധനകളിൽ ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന പ്രതിഫലനം പല രീതിയിൽ കടന്നു വരുമ്പോൾ, ഈ ലോകത്തിൻ്റെ സ്വാധീനം വസ്ത്രധാരണത്തിലും മറ്റ് പല കാര്യങ്ങളിലും വരുമ്പോൾ, നാം അതിനെല്ലാം അനുസരിച്ച് നാം നിൽക്കണമോ അതോ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറണമോ എന്ന് ചിന്തിച്ച് മാത്രം മുന്നിലേക്ക് പോകുവാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. കാരണം ഈ ലോകം അത് വശീകരിക്കുന്നതാണ്. സഭയിൽ പോലും ഇസബേലി ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ വശീകരണം, നമ്മുടെ ഹൃദയത്തെ മതിച്ച് അത് ശരി എന്ന് തോന്നി അതിലേക്ക് ആകർഷിക്കുന്ന പലതും നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നാം
അതിൽ ഏത് രീതിയിൽ പ്രതികരിക്കണം, പ്രതികരിച്ചില്ല എങ്കിൽ ഹൃദയത്തിലൊരു ബോധ്യം വേണം. ആത്മീയൻ സകലതിനെയും വിവേചിക്കണം. സാത്താൻ വെളിച്ച ദൂതൻ്റെ വേഷമെടുത്ത് നന്മയുടെ വേഷം ധരിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇത് ദൈവത്തിൽ നിന്ന് എനിക്ക് അനുവദിച്ച നന്മയാണോ? കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വരുന്ന ഏത് വിവാഹാലോചനയും, പ്രത്യേകിച്ച് വിവാഹാലോചനകളുടെ കാര്യം പറയട്ടെ, നിങ്ങളൊരു ആത്മീയരാണെങ്കിൽ, നിങ്ങൾ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്ന, ദൈവത്തിനായി നിൽക്കുന്ന ഒരു പ്രിയപ്പെട്ടവരാണെങ്കിൽ, നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ഒരു വിവാഹാലോചന വരുമ്പോൾ അവർ ദൈവത്തെ ആരാധിക്കുന്നവരാണോ? അവർ പേരിന് വേണ്ടി മാത്രം നിൽക്കുന്നവരാണോ? അല്ലെങ്കിൽ ജാതിത്വമായിരിക്കുന്ന കാര്യങ്ങളിൽ, ജാതിത്വ കുടുംബങ്ങളിൽ നല്ല ജോലിയുള്ളവർ, നല്ല സ്റ്റാറ്റസും സൗന്ദര്യവും സമ്പത്തും ഒക്കെ ഉള്ള ആലോചനകൾ വരുമ്പോൾ പതിയെ നമുക്ക് അവരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാം എന്നെല്ലാം പറഞ്ഞ് ആ വഴിക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു കുരുക്കും കെണിയുമായി അത് മാറാതിരിക്കുവാൻ, ഹല്ലേലൂയ, നിങ്ങൾ 2 അല്ല 10 പ്രാവശ്യം ചിന്തിച്ചതിന് ശേഷം മാത്രം അതിലേക്ക് കാലെടുത്ത് വയ്ക്കുക. കാരണം നമുക്ക് ഇന്നത്തെ രീതി അനുസരിച്ച് സ്വാഭാവികമാണത്. നല്ല ജോലി, നല്ല പഠനം, കുടുംബ പാരമ്പര്യം, ഇതെല്ലാം നാം ആഗ്രഹിക്കുമ്പോൾ അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമായി മാറുമോ? അതോ ഒന്നുമില്ല എങ്കിലും ദൈവകൃപയുള്ള ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നാൽ തുടർന്നുള്ള നാളുകളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം അവരുടെ ശിരസിന്മേൽ വച്ച് ദൈവം അവരെ അനുഗ്രഹിച്ച് മാനിച്ച് ഉയർത്തുന്നത് കാണുവാൻ നമുക്കിട വരണമോ? 10 വട്ടം ചിന്തിച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. അതുപോലെ വിശ്വാസിക്ക് അവിശ്വാസിയുമായി ഇണയില്ല, പിണ കൂടരുതെന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ്സുകൾ പലതും ദൈവമില്ലാത്തവരുമായി ചേർന്നാൽ ലാഭമുണ്ടാകും, ഉയർച്ചയുണ്ടാകും എന്ന് പറഞ്ഞ് കെണികളിലേക്ക് പോകാതെ നിങ്ങളുടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ നല്ല വഴികളിൽ നടക്കുവാൻ, ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന് പറയുന്ന ആ ദൈവശബ്ദം കേൾക്കുവാൻ നിങ്ങൾ പലപ്പോഴും കാതോർക്കണം. അപ്പോൾ ആത്മീകരായി വളരുക. കാരണം ദൈവത്തിൻ്റെ വഴി പലപ്പോഴും ഇടുക്കവും ഞെരുക്കവും ഉള്ളതെന്ന് തോന്നിയാലും അത് സമാധാനത്തിൻ്റെ വഴിയാണ്, അത് സ്വസ്ഥതയുടെ വഴിയാണ്. ഒന്നുമില്ലായ്മയിലും അകത്തളങ്ങളിൽ നിറയുന്ന ദൈവിക സന്തോഷം കൊണ്ട് നമ്മെ പരിപോഷിച്ച് നടത്തുന്നവനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. പകൽക്കാലവും പ്രിയപ്പെട്ടവരെ, നമ്മൾ ശോധന ചെയ്യുക. നാം ഈ സത്യദൈവത്തെ അറിഞ്ഞോ? വഴിയും സത്യവും ജീവനുമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ നാം അറിഞ്ഞോ? പരസ്യമായും രഹസ്യമായും ആ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നാം ഒരു പ്രാകൃത മനുഷ്യരല്ല, ദൈവമനുഷ്യർ തന്നെയാണ്. ദൈവമനുഷ്യരായിരിക്കുമ്പോഴും ലോകത്തിൻ്റെതായിരിക്കുന്ന പലതിനെയും, കാരണം 2 വള്ളത്തിൽ കാല് വെച്ചതുപോലെ അവിടെയും ഇവിടെയും കാല് വെച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലാണോ? വേദനിപ്പിക്കുവാനല്ല, നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങൾ ദൃഢമായിട്ട് എടുത്താൽ, ചിലതിനെ വിട്ടുമാറി ദൈവത്തിന് വേണ്ടി തന്നെ ഞാൻ നിൽക്കുമെന്ന് പറഞ്ഞാൽ, ലേവി ദൈവസന്നിധിയിൽ ആ തീരുമാനം എടുത്തപ്പോൾ ലേവിയെയും കുടുംബത്തെയും ദൈവത്തിൻ്റെ നിത്യ പൗരോഹിത്യത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നവനെ അനുഗ്രഹിച്ചതുപോലെ നിങ്ങൾ എടുക്കുന്ന തീരുമാനം ചിലപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പരിഹാസ്യമായി മാറിയാലും നാളെയിൽ നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും അനുഗ്രഹിക്കുവാൻ ദൈവം ശക്തൻ തന്നെയാകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ വശീകരണങ്ങളിലേക്ക് കടന്നുപോയി ജഡികരായി ജീവിക്കാതെ ആത്മീക മനുഷ്യരായി ദൈവത്തിൻ്റെ ഹൃദയത്തോട് പറ്റി നിൽക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവസന്നിധിയിൽ നിന്ന് ശക്തിയെ പ്രാപിക്കുന്ന, അനേകരെ ആ ദൈവ വഴിയിലേക്ക് നയിക്കുവാൻ ശക്തരായിരിക്കുന്ന ആത്മീക മനുഷ്യരായി വളരുവാൻ ദൈവം നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ. ഓരോന്നിനെയും തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങളുടെ ഭവനത്തിൽ വരുന്ന വ്യക്തികൾ ആരെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഒരു വ്യക്തി കയറി വന്ന് നിങ്ങളോടൊരു ദൂത് പറഞ്ഞാൽ ഇത് ആത്മാവിൽ നിന്നാണോ അല്ല ബുദ്ധിയിൽ നിന്നാണോ എന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. അത്തരത്തിൽ വിവേകവും ജ്ഞാനവും പക്വതയും ഉള്ള ക്രിസ്ത്യാനികളായി വളരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഞെരുക്കത്തിലിരുന്ന് വിളിച്ചപേക്ഷിക്കുമ്പോൾ വിശാലത വരുത്തുന്നൊരു ദൈവമാണ്. എങ്കിലും പിന്നത്തെ നാളുകളിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പരിശുദ്ധിയെ ആഗ്രഹിക്കുന്ന ആ ദൈവം മറ്റുള്ളവർ മാറിയോ ഇല്ലയോ നിങ്ങൾ തീരുമാനിക്കുക. ഞാൻ മാറും. ദൈവം എന്നിലേക്ക് നോക്കുമ്പോൾ എൻ്റെ പ്രിയ മകനെ മകളെ എന്ന് വിളിക്കുവാൻ, നാം ഏത് നിമിഷം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും കർത്താവിൻ്റെ ആ പൊന്നുമുഖം കണ്ടെഴുന്നേൽക്കുവാൻ, തേജസ്സോടെ നിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും യേശുവിൻ്റെ രക്തവും കർത്താവിൻ്റെ കാൽവരി മരണവും നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.